മനം മറച്ചിൽ, ഛർദിൽ, നോസിയ ആൻഡ് വോമിറ്റിംഗ് സാധാരണമായ രോഗലക്ഷണങ്ങളിലൊന്നാണിത്. ബ്രെയിൻ ട്യൂമർ, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ ഭാര്യ വിളമ്പിത്തന്ന വളിച്ചുപോയ ഭക്ഷണം വരെ ഇതിന് കാരണമാകാം. പണ്ട് ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബെർക്ക്മൻസ് കോളേജിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന എൻ്റെ വന്യ ഗുരുഭൂതനായിരുന്ന ഷെപ്പേഡ് സാറ് പറഞ്ഞു തന്ന ഒരു കഥയോർക്കുന്നു. ഷേക്സ്പിയറിൻ്റെ മൂത്ത മകള് സൂസന്നയെ വിവാഹം കഴിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ആവനിലെ ഷേക്സ്പിയറിൻ്റെ തൊട്ടയൽവാസിയായിരുന്ന ഡോക്ടർ ജോൺ ഹോൾ എന്ന ഭിഷഗ്വരനായിരുന്നു. തൻ്റെ പ്രസിദ്ധനായ ഭാര്യാപിതാവിനെ അനുകരിച്ച് ഡോക്ടർ ജോൺ ഹോളും 1550 ഒരു കവിത എഴുതി. സൂസന്നയ്ക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു, അതിനെപ്പറ്റിയുള്ളൊരു ഫലിത കവിതയായിരുന്നു അദ്ദേഹം ചമച്ചത്. ഞങ്ങളുടെ അടുത്ത ഇംഗ്ലീഷ് കോമ്പസിഷന് ഈ വിവരം കൂടി എഴുതി വെച്ച എൻ്റെ ഒരു സഹപാഠി വൊമിറ്റിങ്ങിൻ്റെ സ്പെല്ലിങ് VOMITING എന്നതിന് പകരം VOMITTING ഒരു ടി കൂടി കൂട്ടിയങ്ങ് കാച്ചി കൊടുത്തു. ഇത് വായിച്ച ഷെപ്പേഡ് സാർ എന്ന് പറഞ്ഞത് ഷേക്സ്പിയറിൻ്റെ മകളല്ല, മാർപ്പാപ്പായല്ല, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഇംഗ്ലണ്ടിലെ രാജ്ഞി വൊമിറ്റ് ചെയ്താലും അതിന് ഒരു ടീ മാത്രമേ പാടുള്ളൂ എന്ന്. എത്ര ടീയുള്ള വൊമിറ്റിംഗ് ആണെങ്കിലും അടുത്ത കാലത്ത് വിവാഹിതയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ലഘുവായി ഛർദിക്കുന്നതൊഴിച്ചാൽ ഒരു വൊമിറ്റിങ്ങിനും സുന്ദരമായ ഒരു സന്ദേശവും നമുക്ക് നൽകാനില്ല. എന്നാൽ ഞാൻ ഇന്ന് ഒരു പ്രത്യേകതരം മനം മറച്ചിലിനെ പറ്റിയും ഛർദിയെ പറ്റിയുമാണ് പറയുന്നത്. മോഷൻ സിക്നെസ് കൊണ്ടുണ്ടാകുന്ന നോസിയ ആൻഡ് വൊമിറ്റിംഗ്. ഒരു പങ്ക് ആളുകൾ ബോട്ടിലോ കപ്പലിലോ കാറിലോ വിമാനത്തിലോ ഏതിൽ യാത്ര ചെയ്താലും ഛർദിക്കും. സ്പേസ് യാത്രക്കാരുടെ ഇടയിലും 25% ആളുകൾക്ക് മോഷൻ സിക്നെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മരുന്നുകൾ നൽകേണ്ടി വരുന്നുവെന്ന് നാസയുടെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൽ ഞാൻ വായിച്ചു ഓർക്കുന്നു. എന്തുകൊണ്ടാണ് മോഷൻ സിക്നെസ് ഉണ്ടാകുന്നത് അതറിയണമെങ്കിൽ അല്പം ഫിസിയോളജി കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ പൊസിഷൻ, സ്പീഡ്, യാത്ര ചെയ്യുന്ന വേഗം ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ അറിയിക്കുന്നത് പ്രധാനമായും 2 അവയവങ്ങളാണ്. ഒന്ന് നമ്മുടെ കണ്ണ്. നാം നേരെയാണോ ചരിഞ്ഞാണോ തലകുത്തിയാണോ നിൽക്കുന്നത്, എത്ര വേഗത്തിലാണ് നമ്മുടെ ശരീരം സഞ്ചരിക്കുന്നത്, ഇതെല്ലാം കണ്ണ് തലച്ചോറിനെ അപ്പോഴപ്പോൾ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ പ്രധാനമായ ഒരു ഭാഗവും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അകത്തെ ചെവിയിലെ ഇന്നർ ഇയറിൽ ഉണ്ട്. നമ്മുടെ ഇന്നർ ഇയറിലുള്ള ലാബ്രിന്ത് നമ്മുടെ ശരീരത്തിൻ്റെ മോഷൻ, പൊസിഷൻ, സ്പീഡ് ഇവയെല്ലാം അപ്പോഴപ്പോൾ അപഗ്രഥിച്ച് വളരെ സൂക്ഷ്മമായി നമ്മുടെ തലച്ചോറിനെ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണും ഇന്നർ ഇയറും പരസ്പര വിരുദ്ധങ്ങളായ വിവരങ്ങൾ നമ്മുടെ തലച്ചോറിന് നൽകി കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. പ്ലെയിൻ മണിക്കൂറിൽ 500 മൈൽ വേഗത്തിലാണ് യാത്ര മുന്നോട്ട് പോകുന്നതെന്നും കരുതുക. ഈ ശരിക്കുള്ള വിവരം, ഈ ശരിക്കുള്ള സ്പീഡ് നമ്മുടെ ഇന്നർ ഇയർ നമ്മുടെ ബ്രെയിനിന് കൈമാറുന്നു. എന്നാൽ നമ്മുടെ കണ്ണുകൾ പ്ലെയിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് കാണുന്നത്. നമ്മുടെ ശരീരം ഇത്ര വേഗത്തിലാണ് യാത്ര ചെയ്യുന്നതെന്ന് കണ്ണറിയുന്നില്ല. തന്മൂലം തെറ്റായ വിവരങ്ങൾ നമ്മുടെ കണ്ണ് ബ്രെയിനിന് നൽകുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ വിവരങ്ങൾ
ബ്രെയിനിൽ ലഭിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുകയും ഛർദിൽ ആരംഭിക്കുകയും ചെയ്യും. ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് ഒരിക്കലും മോഷൻ സിക്നസ് ഉണ്ടാകാറില്ലല്ലോ. കാരണം അയാൾ എപ്പോഴും മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ പുറകിലത്തെ സീറ്റിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് മോഷൻ സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. സാമാന്യ ബുദ്ധിക്ക് ചേർന്ന ചില പ്രതിവിധികൾ മോഷൻ സിക്നസ് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സ്വീകരിക്കാം. കാറിലാണെങ്കിൽ പണ്ട് നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ചെയ്തിരുന്നത് പോലെ മുൻ സീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് മാറിയിരിക്കുക, മുൻപോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പ്ലെയിനിലാണെങ്കിൽ സാധിക്കുമെങ്കിൽ വിങ്സിന്റെ മുകളിലുള്ള ഒരു വിൻഡോ സീറ്റ് കരസ്ഥമാക്കി അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചക്രവാള സീമകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കപ്പലിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും മോഷൻ സിക്നസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാർ കഴിവതും മുൻനിരയിലെ ഒരു സീറ്റ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. മോഷൻ സിക്നസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാർ ഒരു ചെറിയ മണിക്കൂറുകൾ മാത്രം ഉള്ള ഒരു യാത്രയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ലഭിക്കുന്ന ഡ്രമാമിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പ്രയോജനപ്പെടും. വളരെ ദീർഘമായ യാത്രയ്ക്കാണെങ്കിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം ലഭിക്കുന്ന ട്രാൻസ്ഡേം സ്കോപ്പ് പാച്ചസ് ചെവിയുടെ പുറകിൽ പറ്റിച്ചു വെക്കണം. 3 ദിവസം വരെ ഇതിൻ്റെ പ്രയോജനം നിലനിൽക്കും. പക്ഷേ കണ്ണിന് ഗ്ലോക്കോമായോ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് മൂലം മൂത്രതടസ്സമോ ഉള്ളവർ ഈ മരുന്ന് ഉപയോഗിച്ചുകൂടാ. ഒരിക്കൽ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റുകാരനായ ഒരു രോഗി ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി ഈ ട്രാൻസ്ഡേം സ്കോപ്പ് പാച്ചസ് ചെവിയുടെ പുറകിൽ ഒട്ടിച്ച് ബോംബെയിൽ നിന്ന് ചിക്കാഗോയിലേക്ക് തിരിച്ചത് ഞാൻ ഓർക്കുന്നു. ചിക്കാഗോയിൽ എത്തുന്നത് വരെ യാത്രക്കാരന് ഛർദി ഉണ്ടായില്ല, പക്ഷെ മൂത്രവും പോയില്ല. ചിക്കാഗോയിൽ എത്തിയ ഉടൻ തന്നെ മൂത്രം പോകാത്തതിന് അയാളെ എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ജിഞ്ചർ റൂട്ട്സ്, നമ്മുടെ ഇഞ്ചി ചതച്ച് മണക്കുന്നത് മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഛർദ്ദിക്കാതിരിക്കാൻ സഹായിക്കുമെന്ന് ഈ അടുത്ത കാലത്ത് പല റിപ്പോർട്ടുകളും ഞാൻ വായിച്ചു. അതുകൊണ്ട് ഏതായാലും ഇഞ്ചി മണക്കുന്നതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ, അത് എല്ലാവർക്കും തന്നെ ശ്രമിച്ചു നോക്കാവുന്നതാണ്. അമേരിക്കയിൽ നിന്ന് ജപ്പാനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ദീർഘമായ 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണിത്. മോഷൻ സിക്നസ് ഇല്ലാത്തവർക്ക് പോലും മുഷിവ് തോന്നിക്കുന്നത് കാരണം യാത്രയിൽ മനം മറിച്ചിൽ അനുഭവപ്പെട്ടേക്കാം. ഒരു 15 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയർ ഇത്തരം ഒരു യാത്ര ജപ്പാനിലേക്ക് ചെയ്തു. ജപ്പാനിൽ ചെന്നിറങ്ങിയ ഉടൻ പ്രസിഡന്റ് ബുഷിന്റെ ബഹുമാനാർത്ഥം ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഒരു ബാങ്ക്വറ്റ് സദ്യയും നൽകി. അന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകര് ടെലിവിഷനിൽ കൂടെ കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററുടെ മടിയിൽ ഛർദ്ദിച്ചു വെക്കുന്നത്. അമേരിക്ക ഛർദ്ദിക്കുന്നത് എന്തും സ്വീകരിക്കാൻ മടിക്കാത്ത ഒരാളായിരുന്നു അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രി എന്നതിനാൽ പാൻറ്റും കൂട്ടും ഛർദിൽ തുടച്ച ശേഷം ബാങ്ക്വറ്റിൽ തുടർന്നും പങ്കെടുത്തു എന്ന് ചില യൂറോപ്യൻ പത്രങ്ങൾ എഴുതുകയും ചെയ്തു. മോഷൻ സിക്നസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവര് ദൈവത്തെ ഓർത്തല്ലെങ്കിലും സഹയാത്രികരെ ഓർത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം. പ്ലെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ജോർജ് ബുഷ് സീനിയർ ചെയ്തതുപോലെ അടുത്തിരിക്കുന്ന ആളിൻ്റെ മടിയിൽ ഛർദ്ദിക്കാതെ നാം ഇരിക്കുന്ന സീറ്റിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഛർദ്ദിക്കുന്നവർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ പേപ്പർ പാക്കറ്റിലെങ്കിലും ഛർദ്ദിക്കുക. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. നന്ദി.